സ്നേക്ക് പ്ലാന്റ് വേര് പിടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇതെവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ പോലും അവിടെ കിടന്ന് പൊട്ടിമുളച്ചിട്ട് തൈകളുണ്ടാവും. അങ്ങനത്തെ ഒരു ചെടിയാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസവേരിയ. അപ്പോൾ അതാ ശരിക്കും പത്തി വിടർത്തി നിൽക്കുന്ന പോലെയല്ലേ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻസൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കാണാം. പിന്നെ എൻ്റെ കയ്യിലുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നാടനുണ്ട്, വെരിഗേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എൻ്റെ മോന് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നിട്ട് കുറേ തൈകൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും അറിയില്ല. ഇത് വെരിഗേറ്റഡ് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ അത് ഷൈനി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തുകൊടുന്ന് വെച്ചാൽ കേട്ടോ. വീഡിയോ കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് വെക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ സ്നേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്ത ഒക്കെ കാണിച്ചു തന്നില്ലേ. ഇനി ഇതുപോലുള്ളൊരു ടിന്ന് മതി നമുക്ക് സ്നേക്ക് പ്ലാന്റ് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിന്ന് എൻ്റെ ഫ്രണ്ട് അവൾ എന്തോ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വഴി കൂടെ പോകണമായിരുന്നു. അപ്പോൾ അവളെ കയ്യിലാണ്ട് ടിന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെന്ന്. അപ്പോൾ ആ ടിന്ന് എനിക്ക് തന്നിട്ട് പോയി. അങ്ങനെ 2 ടിന്ന് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഇന്ന് ഇത് പിടിപ്പിക്കുന്നത് കേട്ടോ, ഈ സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഇത് വെരിഗേറ്റഡ് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, നടുന്ന സമയത്ത് എന്തോ ഡാമേജ് ആയിട്ട് അതിങ്ങനെ മറിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് തന്നെ പറിച്ചിട്ട് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വെരിഗേറ്റിൽ ഈ സൈഡിൽ ഈ മഞ്ഞ കളറുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇലകളായിട്ട് വേറൊന്നുമില്ലാണ്ട് ഇലകളായിട്ട് തന്നെ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് ഇതേപോലത്തെ തന്നെ തൈകളായിരിക്കില്ല ശരിക്കും കിട്ടുക. നമുക്ക് സാധാരണ നേരത്തെ കണ്ടില്ലേ പച്ച മാത്രമുള്ളത്, ഈ സൈഡിൽ മഞ്ഞ കളറുള്ള കിട്ടൂല, പച്ച മാത്രമായിട്ടുള്ള പിന്നെ പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നാലും നമുക്കിത് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ല ഇതേപോലെ വേര് ഇങ്ങനെ മുളച്ചിട്ട് നമുക്ക് ഇതേപോലെ തൈകൾ വന്നിട്ട് കിട്ടുകയാണെങ്കിൽ ഈ സെയിം ചെടിയുടെ തന്നെ പ്ലാന്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇല എടുത്തിട്ട് വെച്ചിട്ട് നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു നമ്മുടെ സാധാ മോഡലായിട്ടുള്ള സ്നേക്ക് പ്ലാന്റാണ് കിട്ടുക. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ വേര് വന്നിട്ടുള്ള തൈകളുണ്ട്, ഇതുപോലെ ലീഫും ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ വേര് പിടിപ്പിക്കുന്നുണ്ട്, അത് 1 മാസത്തോളം വെക്കണം. അപ്പം ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്, വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ടിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ ഏതെങ്കിലും ഒരു പാട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. അപ്പോൾ അതിൽ ഇതുപോലെ ചകിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മണ്ണ് നിറക്കട്ടോ. കരിയിലുണ്ടെങ്കിൽ കരിയില ഇട്ട് കൊടുക്കാം, മേളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ കരിയില അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതെടുക്കണ്ടേ. അപ്പോൾ ഞാൻ നേരത്തെ 2-3 ചട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കരിയില മണ്ണൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൽ നടണ കാണിക്കാം. അപ്പോൾ ഈ ടിന്നിൽ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക, ചകിരി ഇടുക, താഴെ ഒരിത്തിരി ചകിരി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു നനവ് എന്തെങ്കിലും ഇങ്ങനെ ഈർപ്പൊക്കെ നിൽക്കാനൊക്കെ. അപ്പോൾ ഈ ചെടികൾക്ക് എപ്പോഴും നനച്ചു കൊടുക്കണ്ട, നമുക്ക് വല്ലപ്പോഴും മണ്ണ് നല്ല ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഇതിനങ്ങനെ വാട്ടം കാര്യങ്ങളൊന്നും വരില്ല ഈ ചെടി. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ മണ്ണിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടുതൽ മണ്ണിട്ട് കൊടുക്കുക. കുറേ മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഇലയുടെ ആ കടഭാഗം ഒന്ന് ഇരിക്കാൻ മാത്രത്തിൽ, അല്ലെങ്കിൽ ഇത് അവിടെ ഒന്ന് ചാരി വെച്ചാലും മതിയിട്ട് ആ ചെടി. അതിന് വേര് വന്നിട്ട് വേറെ തൈകൾ അതിൽ തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ ഇത്രയായിട്ട് സിമ്പിളായിട്ടാണ് ഞാൻ എൻ്റെ സ്നേക്ക് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും നടാം. അപ്പോൾ ഈ വേര് വന്നതും ഉണ്ട്, വേര് വരാത്ത ഇലയും ഉണ്ട് കേട്ടോ. വേര് വന്നതെന്ന് പറഞ്ഞാൽ മുള വന്നതും ഉണ്ട്, ചെടിയുടെ മുള വന്നതും ഉണ്ട്. പിന്നെ അതുപോലെ ഇലയിട്ട് വെക്കണമെന്ന് ഞാൻ കാണിക്കണ്ടേ. അപ്പോൾ 2 ഇതുപോലെ ഞാൻ ആ ടിന്നിൽ വെച്ച് കൊടുത്ത്. എനിക്ക് അതുപോലെ ഇങ്ങനെ പൊക്കമുള്ള ടിന്നിൽ ചെടി വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടിന്ന് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചിട്ടൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക് കുപ്പിയിൽ നേരത്തെ തന്നെ വേര് പിടിപ്പിച്ച ചെടികളാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഞാനിതുപോലെ കരിയിലയും മണ്ണും ഒക്കെ നിറച്ച് വെച്ചിട്ട് ഒരു 3 ചട്ടി ബാലൻസ് ഇരുന്നിരുന്നു എൻ്റെ കയ്യിൽ ചെടി നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊന്നും ഹോൾസ് ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ അകത്ത് വെക്കാനുള്ള ചെടിയായ കാരണം ഇതിനൊന്നും ഡ്രൈനേജ് ഹോൾസൊന്നുമില്ല. വെറും കരിയിലയും
മണ്ണും ആക്കിയിട്ട് ചകിരി ഇട്ടിട്ടുണ്ട് ബേസായിട്ട്, പിന്നെ കരിയിലും മണ്ണും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരുവിധം സെറ്റായി. അപ്പോൾ അതിൽ നമ്മുടെ ഷൈനി ചേച്ചിയുടെ അവിടെ നിന്ന് മേടിച്ചതിൻ്റെ ഒരു പീസ് ഇല ലീഫ് അടർന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തു. പിന്നെ അതിന് നമുക്കിനി വേറെ തൈ വരികയാണെങ്കിലും ഒരു പക്ഷേ നമുക്ക് മറ്റേ പച്ച കളറുള്ള ഈ ഒരു ടൈപ്പില്ലേ, അതിൻ്റെ വലുതായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. നാടൻ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊരു തരം ചെറിയതായിട്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം ഇനി ഓരോ ചട്ടിയിലേക്ക് നടണം. കാരണം നമ്മൾ പിന്നെ ടയറിൻ്റെ ഒരു സെറ്റിങ്സ് അവിടെ ഒരു കോർണറിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മുടെ പണിക്കാർ വന്നപ്പോൾ ഫുള്ള് അപ്പുറപ്പുറമൊക്കെ മാറ്റിയിട്ടല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് തൈകളുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വേര് വെച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ നനച്ച് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അത് വേര് നന്നായിട്ട് പൊട്ടിമുളച്ചിട്ട് ഒരുപാട് തൈകളുണ്ടാവും കേട്ടോ. പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് ഓക്സിജൻ തരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലൊക്കെ നട്ട ഈ ഒരു കമ്പ് കണ്ട, ഇത് ഞാനിതുപോലെ ഗ്ലാസ്സിൽ നട്ടിട്ട് വെറും മണ്ണ് നിറച്ചിട്ട് ഒരു ഗ്ലാസ് അവിടെ ഇരുന്നേന്ന് വെറുതെ. അപ്പോൾ അതിലൊരു തണ്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിന് വേറൊരു തൈയാണ് കേട്ടോ അതിന് മുളച്ച് വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഇല നമ്മൾ വെച്ചിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ വേറെ തൈകളായിരിക്കും ചിലപ്പോൾ വരിക, ഈ ഒരു സെയിം കിട്ടില്ല. അതിന് വേരിൽ നിന്ന് പൊട്ടി മുളച്ചിട്ട് തൈകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സെയിം ആയിട്ടുള്ള തൈകൾ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ചെടിയിൽ നിന്ന് പീസ് ഞാൻ വെറുതെ ഒന്ന് വളച്ച് നോക്കിയത്, ഇങ്ങനെ വടി നീളത്തിൽ പോകുമ്പോൾ ഒന്ന് വളച്ച് നോക്കിയത്. അപ്പോൾ അത് പൊട്ടിപ്പോന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലാസ്സിൽ മണ്ണ് കുത്തി വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നടലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സിറ്റ് ഔട്ട് ഫുള്ളും സ്നേക്ക് പ്ലാന്റ് നിറച്ചിരിക്കുകയാണ്. സിറ്റ് ഔട്ടിൽ ഇനിയിപ്പോൾ സ്നേക്ക് പ്ലാന്റിൻ്റെ തിക്കും തിരക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഔട്ട്ഡോറായിട്ട് വെക്കുന്നതായിട്ട് നല്ലത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യണതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഓക്സിജൻ തരുന്ന പ്ലാന്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് രാത്രി നല്ല ഓക്സിജൻ കിട്ടും. ഈ ആസ്മൊക്കെ പോലെയുള്ള അസുഖമുള്ളവർക്കൊക്കെ റൂമുകളിൽ ഈ ചെടി വെക്കാട്ടോ. അപ്പം നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ചെറിയ ഹോളുണ്ട്. അപ്പോൾ അത് കാരണമാണ് അതവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.